ഏകനായ ശക്തിയെ അറബി ഭാഷയിൽ വിളിക്കാവുന്ന പരിചയപ്പെടുത്താവുന്ന ഏറ്റവും ഉന്നതമായ മഹത്തരമായ പേരാണ് അല്ലാഹ്. അവൻ ഏകനാണ്. അല്ലാഹു സമദ്, അവൻ ഏവർക്കും ആശ്രയം നൽകുന്നവനാണ്. ലം യലിദ് വലം യൂലദ്, അവന് സന്തതികളില്ല, അവൻ ആരുടെയും സന്തതിയല്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായി ആരുമില്ല. നിഷ്കളങ്കത എന്ന വിശുദ്ധ ഖുർആന്റെ 112ാമത്തെ അധ്യായത്തിലാണ് സട്ടാവിനെ പരിചയപ്പെടുത്തുന്നത്, അവന്റെ അദ്വിതീയതയും അവന്റെ ഏകത്വവും. ചുരുക്കത്തിൽ ലോകത്തിന്റെ നാഥൻ ഏകനാണ്. മഹാനിർവാണ സ്തോത്രത്തിന്റെ വരികൾ കേട്ട് പരിചയമുള്ള കർണപുടങ്ങളാണ് നമ്മുടേത്. മഹാനിർവാണ സ്തോത്രം പറയുന്നു, തദേകം സ്മരാമസ്തദേകം ജപാമ തദേകം ജഗത്സാക്ഷിരൂപം നമോ നമ. തദേകം, ദൈവം തമ്പുരാൻ ഏകൻ. സ്മരാമസ്തദേകം, ആ ഏകനായ ദൈവത്തെ ഞങ്ങൾ സ്മരിക്കട്ടെ. ജപാമ, അവനെ മാത്രം ഞങ്ങൾ ജപിക്കട്ടെ. തദേകം ജഗത്സാക്ഷിരൂപം നമോ നമ. സട്ടാവ് ഏകനാണ്, ജഗത്സാക്ഷി സ്വരൂപമായ ഉടയ തമ്പുരാൻ ഏകൻ തന്നെ. നമോ നമ, അവനെ മാത്രം ഞങ്ങൾ നമിക്കട്ടെ. ഏകനായ ദൈവത്തെ ഞങ്ങൾ ആരാധിക്കട്ടെ, നമിക്കട്ടെ എന്ന മന്ത്രങ്ങൾ മഹാനിർവാണ സ്തോത്രത്തിന്റെ താളുകളിൽ. അതേസമയം മഹാനായ പ്രവാചകൻ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ഇസ്രായേൽ തറവാട്ടിലേക്ക് കടന്നു വന്നുകൊണ്ട് പഠിപ്പിച്ച 10 കൽപ്പനയിലെ 1ാമത്തെ കൽപ്പന ശുദ്ധ ഏകദൈവ വിശ്വാസത്തിൻ്റെതായിരുന്നു. ഇസ്രായേലെ കേട്ടാലും നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ സ്നേഹിക്കണം. സട്ടാവ് ഏകൻ എന്ന് പരിചയപ്പെടുത്തുന്ന മർക്കോസിന്റെ സുവിശേഷം 12ാം അധ്യായത്തിന്റെ 29ാമത്തെ വചനം. ചുരുക്കത്തിൽ ഇവയെല്ലാം പറയുന്നു, ഈ ലോകത്തിന് ഒരേ ഒരു നാഥൻ മാത്രമാണുള്ളത്. പൗരാണിക സമൂഹത്തെ കുറിച്ച് അറിയാനും പഠിക്കുവാനും മനസ്സിലാക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായി ചരിത്രത്തിന്റെ താളുകൾ മറിക്കുമ്പോൾ, ഓസ്ട്രേലിയൻ ചരിത്രത്തിന്റെ, അതല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്കൻ ചരിത്രത്തിന്റെ താളുകൾ മറിക്കുമ്പോൾ ഈ പച്ചയായ യാഥാർത്ഥ്യത്തിലേക്ക് ഒന്നുകൂടെ നമ്മുടെ മനസ്സുറക്കുകയാണ്. പൗരാണിക സമൂഹത്തെ സ്വാധീനിച്ചിരുന്ന വിശ്വാസവും ശുദ്ധ ഏകദൈവ ആരാധനയുടേതായിരുന്നു. അതുകൊണ്ടാണ് ഓസ്ട്രേലിയയിൽ താമസിച്ചിരുന്ന പൗരാണിക സമൂഹം അവർ വിശ്വസിച്ചിരുന്ന ഏകനായ സട്ടാവിന് അവർ വിളിച്ച പേരാണ് അഡ്നാട്ടു. എന്താണ് അഡ്നാട്ടു? അതിന്റെ അർത്ഥം ഭക്ഷണം കഴിക്കാത്ത, ആമാശയ വ്യവസ്ഥയില്ലാത്ത ശക്തി എന്നാണ്. അതേസമയം ആഫ്രിക്കക്കാർ ഏകനായ സട്ടാവിൽ വിശ്വസിക്കുകയും ആ ഏകനായ സട്ടാവിന് അവരുടേതായ ഭാഷയിൽ അവർ വിളിക്കുകയും വിശ്വസിക്കുകയും ചെയ്തു. ആ പേരാണ് ഉങ്കുലുങ്കുലു. മറ്റൊരു പേര് ഉംവലങ്കങ്കി. എന്തുകൊണ്ട് ദൈവത്തിന് നിങ്ങൾ ഇങ്ങനെ വിളിക്കുന്നു എന്ന ചോദ്യത്തിന് ആദിവാസി മൂപ്പന്റെ പ്രതികരണം, സട്ടാവ് ഏകനായ അസ്തിത്വത്തിനുടമയാണ്. എന്തുകൊണ്ട് മഹത്വമുടയവനാണ്. അവന് തുടക്കമോ ഒടുക്കമോ ഇല്ല, അവൻ മഹത്വമുടയൻ. അതുകൊണ്ട് ഞങ്ങൾ അവനെ ആ ഒരു അർത്ഥത്തിലുള്ള പേരിൽ പരിചയപ്പെടുത്തുന്നു. എന്തുകൊണ്ട് ദൈവത്തിന്റെ ചിത്രമോ രൂപമോ വിഗ്രഹങ്ങളോ നിങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്ന ചോദ്യത്തിന് ആദിവാസി മൂപ്പന്റെ പ്രതികരണം, ദൈവം മനുഷ്യരായ നമ്മെ പോലെയല്ലല്ലോ, കേവലം പക്ഷിമൃഗാദികളെ പോലെയോ വൃക്ഷലതാദികളെ പോലെയല്ലല്ലോ. നമ്മിൽ നിന്ന് തീർത്തും വ്യത്യസ്തനായ ഏകനായ ഉടയത്തമ്പുരാനാണ് അവൻ. അവന്റെ രൂപം എങ്ങനെയാണ് ഞങ്ങൾ വരക്കുക, എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് പ്രതികരിക്കുന്ന പൗരാണിക സമൂഹത്തിന്റെ ചരിത്രത്തിന്റെ താളുകൾ പരതുമ്പോൾ ഇന്നും അവരുടെ പിൻഗാമികൾക്കിടയിലുള്ള വിശ്വാസത്തിൽ ജ്വലിച്ചു നിൽക്കുന്ന ശുദ്ധ ഏകദൈവ ആരാധനയുടെ സ്പർശം, വാട്ട് ഈസ് ഹിസ് നെയിം എന്നുള്ള ഏറെ ശ്രദ്ധേയമായ ഗവേഷണ പ്രബന്ധത്തിലാണ് നമ്മൾ ഈ പച്ചയായ സത്യങ്ങൾ വായിക്കുന്നത്. ചുരുക്കത്തിൽ നമ്മയെല്ലാം സൃഷ്ടിച്ചവൻ ഏകനായ സട്ടാവാണ്. ആ ഏകനായ സട്ടാവിനെ മാത്രം ആരാധിക്കാൻ വിധിക്കപ്പെട്ടവരാണ് നമ്മൾ. അതുകൊണ്ടാണ് ഇസ്ലാം പറയുന്നത്, യാ യുഹന്നാസ്. എന്റെ പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ ഞാൻ പാരായണം ചെയ്ത ഖുർആന്റെ വരി 2ാം അധ്യായം ബഖറ 21ാമത്തെ വചനം. യാ യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ. അറബികളെയെന്നോ ഏതെങ്കിലും പ്രത്യേക വർഗത്തെയോ വിഭാഗത്തെയോ സമൂഹത്തെയോ വിളിക്കാതെ മജ്ജയും മാംസവുമുള്ള പച്ചയായ മനുഷ്യരെ വിളിച്ചുകൊണ്ടാണ് ഖുർആൻ പറയുന്നത്, ജനങ്ങളെ, നിങ്ങൾ നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങളുടെ മുൻഗാമികളെ സൃഷ്ടിച്ച നിങ്ങളുടെ സൃഷ്ടാവിനെ മാത്രം ആരാധിക്കുവിൻ. മുസ്ലിങ്ങളുടെയോ അറബികളുടെയോ ഗോത്ര ദൈവത്തെ ആരാധിക്കാൻ, അല്ലെങ്കിൽ പ്രത്യേക ഒരു ദൈവത്തിന്റെ ആരാധ്യത അംഗീകരിക്കാൻ ഖുർആൻ പറഞ്ഞില്ല. മാനവരാശിയെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഏകനായ സട്ടാവിന്റെ ആരാധ്യത അംഗീകരിക്കാനാണ് ഖുർആൻ പറഞ്ഞത്. നമ്മയെല്ലാം സൃഷ്ടിച്ച ഏകനായ ഉടയ തമ്പുരാനെ. ഇതാണ് മോക്ഷത്തിന്റെ വഴിമാർഗം എന്ന് ഖുർആൻ പഠിപ്പിച്ചു. ശുദ്ധ ഏകദൈവ ആരാധനയെ കുറിച്ചുള്ള സ്പർശങ്ങളാണ് യഥാർത്ഥത്തിൽ ബൃഹദാരണ്യകോപനിഷത്തിന്റെ 1ാം അധ്യായത്തിന്റെ 3ാം ബ്രാഹ്മണത്തിന്റെ 27ാമത്തെ മന്ത്രത്തിൽ നമ്മൾ വായിക്കുന്നത്. ഓം അസതോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ
മൃത്യോമ അമൃതംഗമയ. ഓം തുടക്കവും ഒടുക്കവുമില്ലാത്ത ശക്തിയെ അസതോമ സദ്ഗമയ. നീ ഞങ്ങൾ അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് നയിച്ചാലും. തമസോമം ജ്യോതിർഗമയ. ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിച്ചാലും. മൃത്യോമ അമൃതംഗമയ. മരണത്തിൽ നിന്ന് അമരത്വത്തിലേക്ക് നയിച്ചാലും. സത്യത്തിൽ നിന്ന് അസത്യത്തിലേക്ക്, ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക്, മരണത്തിൽ നിന്ന് അമരത്വത്തിലേക്ക് നയിച്ചാലും എന്ന ഏകനായ നാഥനോടുള്ള പ്രാർത്ഥന. എന്നാൽ ഇന്ന് ഹൈന്ദവ സഹോദരങ്ങളിൽ മഹാഭൂരിപക്ഷവും ഏകൻ ദൈവ വിശ്വാസമാണോ വെച്ചു പുലർത്തുന്നത്, അതല്ല ഒട്ടനവധി ദൈവസങ്കല്പങ്ങൾ വെച്ചു പുലർത്തുന്നുണ്ടോ? ഏകനായ സട്ടാവിനോട് മാത്രം ആരാധിക്കണം, അവനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിച്ച മഹാനായ പ്രവാചകൻ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം പിലോത്തോസിന്റെ പടയാളികൾ ആക്രമിക്കാൻ കടന്നു വരുന്നതിന് മുമ്പ് ഗത്സമന തോട്ടത്തിലേക്ക് ഒരു കല്ലേറ് ദൂരം മുന്നോട്ട് പോയി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു, പൊട്ടിക്കരഞ്ഞു പ്രാർത്ഥിച്ച പ്രവാചകൻ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ പ്രാർത്ഥന, പിതാവേ, ഈ പാനപാത്രം എന്നിൽ നിന്നും നീക്കണമേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. ശുദ്ധ ഏകനായ നാഥനോടുള്ള തുറന്ന മനസ്സുമായി കൊണ്ടുള്ള പ്രാർത്ഥന. മുസ്ലിങ്ങളാകട്ടെ ദിനം 5 നേരം നെഞ്ചത്ത് തക്ബീർ കെട്ടി പ്രാർത്ഥിക്കുന്നു. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. 1-ാം അധ്യായം സൂറത്തുൽ ഫാത്തിഹയിലെ 5-ാമത്തെ വചനം. ഞങ്ങൾ നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായാഭ്യർത്ഥന ഇസ്തിഗാസ നടത്തുന്നു എന്നുള്ള തുറന്ന മനസ്സുമായി കൊണ്ടുള്ള പ്രാർത്ഥന. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മയെല്ലാം സൃഷ്ടിച്ച സ്രഷ്ടാവ് അവൻ ഏകനാണ്, അവനെ മാത്രം ആരാധിക്കണം. അവനെ ആരാധിച്ചില്ലെങ്കിൽ എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരം നഷ്ടം, നാശം, മഹാകഷ്ടം പറയുന്നത് ദാർശനിക പ്രമാണങ്ങളാണ്. വിശുദ്ധ ഖുർആൻ 5-ാം അധ്യായം മാഇദയിലെ 72-ാമത്തെ വചനത്തിൽ പറഞ്ഞു, വഇന്നഹു മയ്യുശ്രികു ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ആരെങ്കിലും ഏകനായ സട്ടാവിന്റെ ഏകത്വത്തിലോ അദ്വിതീയതയിലോ നാമഗുണ വിശേഷണങ്ങളിലോ പങ്കുകാരെ ചേർത്താൽ അവന് സ്വർഗം നിഷിദ്ധമാണ്, നരകം സുനിശ്ചിതം. ഒരു കാലത്തും മോക്ഷം സാധ്യമല്ല, ഒരു കാലത്തും അവന് നിത്യജീവനിൽ പ്രവേശിക്കാനുമാവില്ല. സൃഷ്ടിപൂജയിൽ നിന്ന് വെടിയണമെന്നുള്ള ഗൗരവമായ ശക്തമായ താക്കീതുകളാണ് ഉപനിഷത്തുകളിൽ, പ്രത്യേകിച്ച് ഈശാവാസ്യ ഉപനിഷത്തിന്റെ 12-ാമത്തെ വചനത്തെ വിശദീകരിച്ച സ്വാമി ദയാനന്ദ സരസ്വതി അദ്ദേഹത്തിന്റെ സത്യാർത്ഥ പ്രകാശത്തിൽ നൽകുന്ന വിശദീകരണം. അന്തം തമ പ്രവിശന്തിയെ സംഭൂതിമുപാസദേ തദോപൂയ ഇവദേ തമോയ ഔസംഭൂതി അമൃത. ജനിച്ച, ജീവിച്ച, മരിച്ച, മരിക്കുന്ന എന്തൊന്നിനെ ആരാധിച്ചാലും അവർക്ക് മോക്ഷം സാധ്യമല്ല എന്ന നേർക്കുനേരെയുള്ള പരാമർശങ്ങൾ. പോകട്ടെ, സൃഷ്ടിപൂജ അരുതിയെന്നും വിഗ്രഹാരാധന അരുതിയെന്നും ഗൗരവമായി പഠിപ്പിക്കുന്ന യഹോവ മോസസിന് പഠിപ്പിക്കുന്ന സാരോപദേശമായ ആവർത്തന പുസ്തകം 5-ാം അധ്യായത്തിന്റെ 7 മുതൽ 9 കൂടിയ വരികൾ, ഞാനല്ലാതെ മറ്റു ദേവന്മാർ നിനക്കുണ്ടാകരുത്, അവയുടെ മുന്നിൽ നീ തലകുനിക്കരുത്, അവയെ സേവിക്കരുത്, കാരണം ഞാനാകുന്നു നിന്റെ ദൈവമായ കർത്താവ്, ഞാൻ തീഷ്ണതയുള്ള ദൈവമാകുന്നു, ഒന്നിന്റെയും രൂപമോ വിഗ്രഹമോ ഉണ്ടാക്കരുത് എന്നുള്ള ശക്തമായ നിർദ്ദേശങ്ങൾ. ഇവയെല്ലാം സൃഷ്ടിപൂജ അരുതിയെന്നും സൃഷ്ടിപൂജ മാനവരാശിക്ക് നേടിയെടുക്കാൻ കഴിയുന്ന മോക്ഷത്തിന് തടസ്സം സൃഷ്ടിക്കുമെന്നും നിത്യജീവൻ നേടിയെടുക്കുന്ന രംഗത്ത് മാർഗതടസ്സം സൃഷ്ടിക്കുമെന്നുള്ള നേർക്കുനേരെയുള്ള പരാമർശങ്ങൾ. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ പച്ചയായ യാഥാർത്ഥ്യങ്ങളിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാനും നയിക്കുവാനും വെളിച്ചവും വഴിയും മാർഗവും നൽകുവാനാണ് ലോകത്തിന്റെ വിവിധ കോണുകളിലേക്ക് ഒട്ടനവധി ദൈവദൂതന്മാർ, പ്രവാചകന്മാർ കടന്നു വന്നിട്ടുള്ളത്. അങ്ങനെ കടന്നു വന്ന നീണ്ട പ്രവാചക ശൃംഖലയിൽ അംഗങ്ങളാണ് നോഹ പ്രവാചകനും, ലോത്ത് പ്രവാചകനും, ജീസസും, മോസസും, അബ്രഹാമും, ഇസ്ഹാഖും, ഇശ്മായേലും, സോളമനും തുടങ്ങി മോസസും, ഈസസും, ജീസസും, അതോടൊപ്പം തന്നെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും. നീണ്ട ആ പ്രവാചക ശൃംഖലയിൽ അവസാനത്തെ കണ്ണിയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബിയെ പലപ്പോഴും ആളുകൾ അറിയുന്നത്, മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് കേവലം അറബികളുടെ ഒരു നേതാവ്, അല്ലെങ്കിൽ കേവലം ഒരു അറേബ്യൻ സംസ്കാരത്തെ പടുത്തുയർത്തിയ ഒരു പരിഷ്കർത്താവ് എന്ന അർത്ഥത്തിൽ മാത്രം. എന്നാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നു 34-ാം അധ്യായം സൂറത്ത് സബഇന്റെ 28-ാമത്തെ വചനത്തിലൂടെ, വമാ അർസൽനാക ഇല്ലാ കാഫത്തൻ ലിന്നാസി ബശീറൻ വനദീറ വലാകിൻ അക്തറന്നാസി ലാ യഅലമൂൻ. ലോകത്തിന് മുഴുവനും സ്വർഗ്ഗത്തെക്കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിയിക്കാൻ, നരകത്തെക്കുറിച്ചുള്ള ശക്തമായ താക്കീത് നൽകാൻ സട്ടാവിനാൽ നിയോഗിതനായ പ്രവാചകൻ കേവലം മുസ്ലിങ്ങൾക്കോ അറബികൾക്കോ മാത്രമല്ല, ലോകത്തിന് കാഫത്തൻ ലിന്നാസ് എന്ന് ഖുർആൻ പഠിപ്പിച്ചു. ആ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞത്, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ലോകത്തിന് മുഴുവനും കാരുണ്യമായി കൊണ്ടാണ് ആ പ്രവാചകന്റെ നിയോഗമെന്ന് വിശുദ്ധ ഖുർആൻ 21-ാം അധ്യായം സൂറത്തുൽ സബഇന്റെ സൂറത്തുൽ അംബിയാഇന്റെ 107-ാമത്തെ വചനത്തിലൂടെ പഠിപ്പിക്കുന്നു. കാരുണ്യത്തിന്റെ പ്രവാചകൻ.
നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുന്ന പക്ഷം ഉപരിയിലുള്ളവൻ സട്ടാവ് നിങ്ങളോട് കരുണ കാണിക്കുമെന്ന് പഠിപ്പിച്ച കാരുണ്യത്തിന്റെ സന്ദേശം ലോകത്തിന് വിശദീകരിച്ച റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണ് വർഗീയവാദത്തിനും തീവ്രവാദത്തിനും പ്രചോദനവും ആവേശവും നൽകുക? പച്ചക്കരളുള്ള ജന്തുവിനോട് പോലും കരുണ കാണിക്കണമെന്നുള്ള കാരുണ്യത്തിന്റെ സന്ദേശം ലോകത്തെ പഠിപ്പിച്ച ആ മഹാപ്രവാചകന്റെ കാരുണ്യത്തിന്റെ സന്ദേശത്തെ നെഞ്ചിലേറ്റുന്ന ഒരു മുസ്ലിമിന് എങ്ങനെ ഒരു വർഗീയവാദിയും ഭീകരവാദിയുമായി അധപ്പതിക്കാനാവും? ഒരിക്കലുമില്ല. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും വർഗീയവാദ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ആവേശം നൽകിയില്ല. വർഗീയതയ്ക്ക് വേണ്ടി ക്ഷണിക്കുകയും കോപിക്കുകയും വാളെടുക്കുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്നവൻ അവന്റെ മരണം ജാഹിലിയ മരണമാണ് എന്ന് ശക്തമായി ലോകത്തെ പഠിപ്പിച്ചു വർഗീയതക്കെതിരെ കർക്കശമായ നിലപാട് സ്വീകരിച്ച ഒരു ചരിത്ര പുരുഷൻ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ടോ എന്ന് ചരിത്രകൃതികൾ പരത്തി നോക്കുവാനുള്ള സന്മനസ് നമുക്കുണ്ടാവണം. ആ മഹാപ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തിലേക്ക്, ജീവിതത്തിലേക്ക് ഖുർആൻ വിരൽ ചൂണ്ടി. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. 33-ാം അധ്യായം അഹ്സാബിന്റെ 21-ാമത്തെ വചനം. നിങ്ങൾക്ക് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അനുപമമായ മാതൃകയുണ്ട്. ഒരു വ്യക്തി എന്ന നിലയിൽ, ഭർത്താവ് എന്ന നിലയിൽ, അയൽക്കാരെന്ന നിലയിൽ, കൂട്ടുകാരെന്ന നിലയിൽ, നീതിമാൻ എന്ന നിലയിൽ, ഭരണാധികാരി എന്ന നിലയിൽ തുടങ്ങി ജീവിതത്തിന്റെ നിഖില മേഖലകളിലും. അത്യുത്തമ സ്വഭാവ ഗുണത്തിനുടമയാണ് അദ്ദേഹം എന്ന് ഖുർആൻ 68-ാം അധ്യായം 4-ാമത്തെ ആയത്തിലൂടെയും പഠിപ്പിക്കുന്നു. ആ മഹാപ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധക്കൊതിയനോ അല്ലെങ്കിൽ അതല്ലാത്ത പലരും പറഞ്ഞു പ്രചരിപ്പിക്കുന്നത് പോലുള്ള ഒരു മ്ലേച്ഛമായ സ്വഭാവത്തിനുടമയോ അല്ല. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേർക്കുനേരെ വായിക്കുന്ന പഠിക്കുന്ന ആർക്കും മനസ്സിലാകാവുന്ന ഒരു പച്ചയായ സത്യം. ആ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ലോകം കണ്ട ഗ്രന്ഥമാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ. ഇത് മുസ്ലിങ്ങൾക്ക് മാത്രം മാർഗദർശനം നൽകാനോ മക്കക്കാർക്കോ മദീനക്കാർക്കോ ജസീറത്തിൽ അറബിലെ സൗദി അറേബ്യയിലുള്ള കേവലം ഒരു ഉപദ്വീപിലെ ജനങ്ങൾക്ക്, പഴയകാല കാട്ടറബികൾക്ക് മാത്രം മാർഗദർശനം നൽകുവാൻ വേണ്ടി സട്ടാവ് അവതരിപ്പിച്ച ഗ്രന്ഥമല്ല ഇത്. മറിച്ച് ഹുദല്ലിന്നാസ്, ജനങ്ങൾക്ക് മൊത്തത്തിൽ മാനവരാശിക്ക് മാർഗദർശനം നൽകാൻ സട്ടാവ് അവതരിപ്പിച്ച ഗ്രന്ഥം എന്ന് ഖുർആൻ 2-ാം അധ്യായം ബഖറ 185-ാമത്തെ വചനത്തിലൂടെ പഠിപ്പിക്കുന്നു. സട്ടാവ് അവതരിപ്പിച്ച ഈ ഗ്രന്ഥം, അതിന്റെ സംരക്ഷണ ചുമതല അവൻ തന്നെ ഏറ്റെടുത്തതായി ഖുർആൻ പ്രഖ്യാപിക്കുന്നു. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. നാം അവതരിപ്പിച്ച ഈ ഗ്രന്ഥത്തെ നാം തന്നെ സംരക്ഷിക്കും ലോകാവസാനം വരേക്കും. എന്നാൽ വിശുദ്ധ ഖുർആനിന് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട പല വേദഗ്രന്ഥങ്ങളും അവയുടെ സംരക്ഷണ ചുമതല അതത് മതസമൂഹത്തെ സട്ടാവ് ഏൽപ്പിക്കുക വഴി കാലാന്തരത്തിൽ തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കനുസരിച്ച് ഇഷ്ടമുള്ളത് നിലനിർത്തുകയും ഇഷ്ടമില്ലാത്തത് തള്ളിക്കളയുകയും തങ്ങളുടേതായ സ്വാർത്ഥ താല്പര്യങ്ങളുടെ സ്വാധീനം അവയിൽ അവ ചെലുത്തുകയും ചെയ്തു എന്നത് നിഷേധിക്കാനാവാത്തൊരു പച്ചയായ സത്യം. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ ഈ നടപടിക്രമങ്ങളെ ശക്തമായ കർക്കശമായ ഭാഷയിൽ വിമർശിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദീ ലില്ലതി ഹിയ അഖ്വം വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാത്തി അന്ന ലഹും അജ്റൻ കബീറ. ഇതാ ഖുർആൻ, ഇത് നേരായ ചൊവ്വായ നിത്യജീവന്റെ മോക്ഷത്തിന്റെ വഴിയിലേക്ക് ജനങ്ങളെ നയിക്കുന്നു. വിശ്വസിക്കുന്ന സൽക്കർമ്മകാരികൾക്ക് ലഭിക്കാനിരിക്കുന്ന ഉന്നതമായ പ്രതിഫലത്തെക്കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിയിക്കുന്നു എന്ന് ഖുർആൻ 17-ാം അധ്യായം ഇസ്രാഇന്റെ 9-ാമത്തെ വചനത്തിലൂടെ പഠിപ്പിച്ചു. ഈ ഖുർആൻ ജനങ്ങളെ ക്ഷണിച്ചത് ടെററിസത്തിലേക്കോ ഫാസിസത്തിലേക്കോ അല്ല. വിശുദ്ധ ഖുർആൻ ജനങ്ങളെ ക്ഷണിക്കുന്നു വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, സമാധാനത്തിന്റെ ഭവനത്തിലേക്കാണ് ഖുർആന്റെ ക്ഷണം. 10-ാം അധ്യായം യൂനുസിന്റെ 25-ാമത്തെ വചനം. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം അടിസ്ഥാനപരമായി ശാന്തിയുടെ, സമാധാനത്തിന്റെ, സമർപ്പണത്തിന്റെ ആദർശ പ്രസ്ഥാനമാണ്. പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത് ഇസ്ലാം എന്ന പ്രയോഗം തന്നെ സിൽമ് എന്ന അറബി പദ ധാതുവിൽ നിന്നാണ് നിഷ്പന്നമാകുന്നത്. സിൽമ് എന്ന അറബി പദ ധാതുവിന്റെ അർത്ഥം ശാന്തി, സമാധാനം എന്നാണ്. ചുരുക്കത്തിൽ എന്താണ് ഇസ്ലാം? ഏകനായ സട്ടാവിനെ അഥവാ പരമാണു മുതൽ പരകോടി സൃഷ്ടിവർഗങ്ങൾ അത്ഭുതകരമായി സൃഷ്ടിച്ചു സംവിധാനിക്കുന്ന പരിപാലകനായ ഏകനായ ഉടയ തമ്പുരാനെ സ്വന്തത്തെ സമ്പൂർണമായും സമർപ്പിക്കുക വഴി കരഗതമാകുന്ന ശാന്തിയാണ്, സമാധാനമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം. അങ്ങനെ ഏകനായ സട്ടാവിന് സ്വന്തത്തെ ആരാണോ പൂർണ്ണമായും സമർപ്പിക്കുന്നത് അവനെയാണ് വിശുദ്ധ ഖുർആൻ മുസ്ലിം എന്ന് വിളിക്കുന്നത്. മാത്രമല്ല ലോകത്ത് പേരിൽ തന്നെ അടിസ്ഥാനപരമായി ശാന്തി, സമാധാനം എന്ന അർത്ഥ താല്പര്യം ഉൾക്കൊള്ളുന്ന ഏത് മതമാണ്, ഏത് ആദർശമാണ് ഉള്ളത് എന്ന സ്വാഭാവികമായൊരു പഠനം നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതുണ്ട്.
പ്രത്യേകിച്ച് ഇന്ന് നമുക്കിടയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഏതൊരു മതത്തിന്റെ പേരുകളുമായി ബന്ധപ്പെട്ട രൂപനാമ പരിണാമങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഒരു പ്രത്യേക സംസ്കാരത്തെ വിളിച്ച വിളിപ്പേരിൽ നിന്നോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ആശയമോ ആദർശമോ നെഞ്ചിലേറ്റി അതിന്റെ പ്രബോധക പ്രവർത്തകരെ വിളിക്കാൻ ഉപയോഗിച്ച വിളിപ്പേരുകളിൽ നിന്നോ അതല്ലെങ്കിൽ ഒരു പ്രത്യേക ആശയത്തെയും ആദർശത്തെയും പരിചയപ്പെടുത്താൻ കടന്നു വന്ന സമൂഹം കണ്ട ചില പ്രത്യേക വ്യക്തികളുടെ പേരുമായി കൂട്ടിയിണക്കിക്കൊണ്ടാണ് പലപ്പോഴും വ്യത്യസ്ത മതങ്ങൾ ചർച്ച ചെയ്യുന്നത്. അഥവാ ഞാൻ സൂചിപ്പിച്ചത് ഹിന്ദു മതം എന്ന പ്രയോഗവുമായി ബന്ധപ്പെട്ട് സ്വാമി വിവേകാനന്ദന് തന്നെ അദ്ദേഹത്തിന്റെ വിവേകാനന്ദ